കൂടി ഒരു പ്രസ്ഥാനത്തിൽ പരാജയപ്പെട്ടിട്ടും ആത്മവിശ്വാസത്തോടുകൂടി ഇന്ന് ഏത് ആഗമാനന്ദ സ്വാമിജികളെ കുറിച്ച് മുതൽ, അതായത് ആ കാലത്തെ കുറിച്ച് വരെ തുടങ്ങി പ്രസംഗത്തില് ഒരു വയസ്സിന്റെ 1% ലക്ഷണവും നമ്മൾ ആരും പപ്പേട്ടന്റെ പ്രസംഗത്തില് കണ്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? അവാർഡ് ഞങ്ങൾ എപ്പോഴേ തന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പപ്പേട്ടന് ഞങ്ങൾ പ്രസ്ഥാനം തന്നെയാണ് അവാർഡ് നൽകിയിട്ടുള്ളത്. ആ അവാർഡ് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നേതൃത്വവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരത് തുറന്നു പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. CKPക്ക് പകരം CKP മാത്രമാണ് കേരള രാഷ്ട്രീയം. പിന്നെ ഇന്നത്തെ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ, നമുക്കറിയാം. ഇവിടെ അനീഷ് ജി ഒരു ഗീതം നമ്മുടെ മുന്നിൽ വ്യക്തിഗീതം ചൊല്ലുകയുണ്ടായി. അതില് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞങ്ങൾ പിറകിൽ നടക്കുകയാണ്, ഓരോ സ്വയം സേവകരും ഓരോ സ്വയം സേവികയും രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ നടക്കുമ്പോൾ ആ ഗീതത്തിൽ പറയുകയാണ്, കാല് നഷ്ടപ്പെട്ടാലും ആ വേദന ഞങ്ങൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകും. നാവ് നഷ്ടപ്പെട്ടാലും ആ വേദന മറന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് എന്ന് പാടി. നാവ് നഷ്ടപ്പെട്ട ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. നമ്മുടെ ആദരണീയനായിരുന്ന സ്വർഗീയനായിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിയിൽ പിഞ്ചുകുട്ടികളുടെ മുന്നിലിട്ടുകൊണ്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിനു ശേഷം, എത്രയോ വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം ആ നാവ് പിഴുതു മാറ്റി എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അദ്ദേഹത്തിന്റെ നാവ് നഷ്ടപ്പെടുമ്പോഴും അദ്ദേഹം മുന്നോട്ട് തന്നെയായിരുന്നു. ജയകൃഷ്ണൻ, നിങ്ങൾ കണ്ണൂരിൽ താമസിക്കരുത് എന്ന് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ആദരണീയനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്റർ ഉപദേശിച്ചു. പപ്പേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലതവണ പറഞ്ഞു ജയകൃഷ്ണൻ യാത്രകളിൽ സൂക്ഷിക്കണം. പക്ഷേ ആ ജയകൃഷ്ണൻ കണ്ണൂര് വിട്ട് എവിടെയും മാറി താമസിക്കാൻ തയ്യാറല്ലായിരുന്നു. ആ ജയകൃഷ്ണൻ മാസ്റ്റർ അതാണ് ആ ഗീതത്തിൽ പറയുന്നത്. കാൽപാദം നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാഷുണ്ടല്ലോ, മാഷുടെ, ഞാൻ ഇവിടെ മാസ്റ്ററെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, മാസ്റ്റർക്ക് സ്നേഹിതയായി, കൂട്ടായി, താങ്ങും തണലുമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത ഈ കേരളത്തിൽ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇവിടെ ഇരിക്കുകയാണ്. അവരുടെ കനത്ത പിന്തുണ. വിവാഹം കഴിക്കുന്നതിന് മുൻപാണ് കാല് നഷ്ടപ്പെട്ടത്, അല്ലേ ടീച്ചർ? ആ കാല് നഷ്ടപ്പെട്ടതിന് ശേഷവും ഈ പ്രത്യയ ശാസ്ത്ര പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് നടന്നു നീങ്ങിയ ആ സദാനന്ദൻ മാസ്റ്റർക്ക് മറ്റൊരു കാലായി വർത്തിച്ച ആ സഹധർമ്മിണിയായിട്ടുള്ള സഹോദരി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അവർ നമുക്ക് പാഠം, അവർ നമുക്ക് അഭിമാനമാണ്. ആ മകളുണ്ട്. മകൾ ചൊല്ലിയിട്ടുള്ള ഒരു ഗണഗീതം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ അലയടിച്ചു. അതിമനോഹരമായിട്ടാണ് ആ പെൺകുട്ടി ആ ഗണഗീതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ വഴി എന്നുള്ളത്. കാരണം മാസ്റ്റർ നമുക്ക് പ്രതീകമാണ്. മാസ്റ്ററെ കുറിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ അവർ വരയ്ക്കുന്ന വരയിലൂടെ നടക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ആ സ്ഥലത്ത് സൗമ്യനായി, ചിരിച്ചുകൊണ്ട്, ശാന്തനായിട്ട് തന്റെ മാഷ് എപ്പോഴും പുഞ്ചിരിക്കും എന്നെല്ലാവരും പറഞ്ഞു. മാഷ് എപ്പോഴും പുഞ്ചിരിക്കുന്നത് ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് ആഴത്തിലുള്ള, ഘനീഭവിച്ചിട്ടുള്ള ഒരു ദുഃഖം, അത് അന്തർലീനമായി ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട്, ആ ദുഃഖം ഹൃദയത്തിനകത്ത് നിലനിർത്തിക്കൊണ്ട്, ആ ദുഃഖത്തെ അതിശക്തമായിട്ടുള്ള സ്രോതസ്സാക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് കരുത്തായിട്ട്, അഗ്നിജ്വാലയായിട്ട് പ്രവഹിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മാസ്റ്റർ പുഞ്ചിരിയോട് കൂടിയിട്ട്, ആ മുഖത്ത് പുഞ്ചിരിയോട് കൂടിയിട്ട് അദ്ദേഹം നടന്നത്. അദ്ദേഹം രാജ്യസഭയിലേക്ക് സെലക്ട് ചെയ്തപ്പോ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു, എന്തടിസ്ഥാനത്തിലാണ് സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാ സ്ഥാനം കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. എന്തടിസ്ഥാനത്തിലാണ്? അത് ഇങ്ങനെയാണ്, എല്ലാം ഈ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ ഒരാളോട് ചോദിച്ചില്ല എനിക്ക് രാജ്യസഭാ മെമ്പർ ആവണം, ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. പക്ഷേ കണ്ണൂരിലെ അമ്മമാർക്ക് വേണ്ടി ഞാൻ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ്. ഒരു പാവപ്പെട്ട കുടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ ആ യോഗത്തിൽ എത്രയോ തവണ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൗരുഷത്തിന്റെ പ്രതീകമായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബലിദാനികൾ അത് രാജ്യം മുഴുവനും പാഠമാണ് എന്ന് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ഈ രാഷ്ട്രത്തിന് വേണ്ടി തന്റെ സർവസ്വവും കരുത്തും സമർപ്പിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ
ദിവ്യാംഗനായിട്ട് നമ്മുടെ മാസ്റ്റർ മാറിയിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ തന്നെയാണ് നമ്മുടെ മുന്നിൽ നമുക്കുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നവും ഏറ്റവും വലിയ ഉത്തരവും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ഈ വേദിയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മാഷ് ഒരു ഗണഗീതം ചൊല്ലുകയുണ്ടായി. അദ്ദേഹത്തിന് ചുമതല കിട്ടിയതിന് ശേഷം അദ്ദേഹം മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഗണഗീതം ചൊല്ലിയിട്ടുണ്ട്. ആ ഗണഗീതത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ആളുകൾക്ക് താങ്ങാകേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് വരച്ചു കാണിച്ചുകൊണ്ട് ആ ഗണഗീതം ചൊല്ലിക്കൊണ്ട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ സാധിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർക്കുള്ള സ്വീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ ലക്ഷ്മണ രേഖകളെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് സംഘപ്രസ്ഥാനം, ഭാരതീയ ജനതാ പാർട്ടി ആ കണ്ണൂർ ജില്ലയുടെ എല്ലാ മലമടക്കുകളിലും പ്രവർത്തനം എത്തിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത്, ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ പറഞ്ഞ തൃശ്ശൂർപേരൂരിന്റെ മക്കള് പറഞ്ഞു, ഞങ്ങള് ഗാലറിയിൽ ഇരുന്ന് കളി കാണില്ല, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും, നരേന്ദ്രമോദി കൊണ്ടുവന്ന 300 പദ്ധതികളെ കുറിച്ച് ഞങ്ങൾ വിശദീകരിക്കും, മാത്രവുമല്ല പടിയായിട്ട് തൃശ്ശൂരിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ചേട്ടനെയും നമുക്ക് കിട്ടിയപ്പോ അത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് വിജയിച്ച് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അങ്ങ് പാർലമെന്റിനകത്തേക്ക് ചെന്നപ്പോ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഞാൻ 2 സമ്മാനം നിങ്ങൾക്ക് തരും. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, കാരണം അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് 2 സമ്മാനം തരികയാണ്. ആരാണ്? ഒരാൾ ശ്രീമാൻ ജോർജ് കുര്യനാണ്. എന്താണ്, നമ്മള് ഒരാളെ വിജയിപ്പിച്ചപ്പോ ശ്രീമാൻ ജോർജ് കുര്യനെ, മത്സര രംഗത്തില്ലാതിരുന്ന ശ്രീമാൻ ജോർജ് കുര്യനെ നമുക്ക് വകുപ്പ് മന്ത്രിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് തന്നു. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സദാനന്ദൻ മാസ്റ്ററിനെ നമുക്ക് തന്നു. ഇപ്പോ നമ്മുടെ സദാനന്ദൻ മാസ്റ്റർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാരുടെ വികാരത്തെയും വിചാരത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കും. അദ്ദേഹത്തിന് നമുക്ക് പരാതികൾ കൊടുക്കാൻ സാധിക്കും. ആ പരാതികൾ അതത് വകുപ്പ് മന്ത്രിമാർക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് ഇന്ന് കഴിവുണ്ട്. അദ്ദേഹം ഇന്ന് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയല്ല, ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാനും നടക്കാനും കൈപിടിക്കാനും സാധിച്ചിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള പൊസിഷൻ, രാജ്യസഭയുടെ മെമ്പർ എന്നുള്ള പൊസിഷൻ അല്ല, അത്യുജ്വലനായിട്ടുള്ള ഒരു ലീഡറായിട്ട് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്നോട് കഴിഞ്ഞ ദിവസം വളരെ പരിണിതശ്രേഷ്ഠനായിട്ടുള്ള ഒരു നാഷണൽ ജനറൽ സെക്രട്ടറി ചോദിക്കുകയുണ്ടായി, എന്താണ് യഥാർത്ഥത്തിൽ മാസ്റ്ററുടെ ഹിസ്റ്ററി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മാസ്റ്ററുടെ ഹിസ്റ്ററിയെ കുറിച്ച് മാത്രമേ അദ്ദേഹം ചോദിച്ചുള്ളൂ. ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചില്ല, ശ്രീമാൻ ജോർജ് കുര്യന്റെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചില്ല. പക്ഷേ മാസ്റ്ററുടെ ഹിസ്റ്ററി എന്താണ് എന്ന് ചോദിച്ചപ്പോ അതിമനോഹരമായിട്ടൊന്നും ഇംഗ്ലീഷ് അങ്ങനെ നിർവചിച്ച് എഴുതാൻ സാധിക്കാത്ത ഒരാളാണ് ഞാൻ. BA എക്കണോമിക്സും അതുപോലെ തന്നെ ഹിന്ദിയും പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. മലയാളത്തെ പ്രസംഗിച്ച് കേരളത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. എന്റെ മകനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്ത വോയിസ് റെക്കോർഡ് മുഴുവൻ എന്റെ ശാസ്ത്രജ്ഞനായിട്ടുള്ള മകൻ അത് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ട് അത് നമ്മൾ അയച്ചു കൊടുക്കുകയുണ്ടായി. ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിക്കാണ്. അപ്പൊ അങ്ങനെ കണ്ണൂരിൽ നിന്ന് പോയ നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്ററെ കുറിച്ച് ഒരു ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ആ രാജ്യസഭയ്ക്കകത്തുള്ളവരും പാർലമെന്റിനകത്തുള്ളവരും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അറിഞ്ഞത് കൊണ്ടാണല്ലോ നമുക്ക് ഈ സമ്മാനം നൽകിയത്. എല്ലാവരും അറിയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിനിയും ദീർഘദൂരം സഞ്ചരിക്കാനുള്ള ഏറ്റവും വലിയ അവാർഡാണ് ശ്രീമാൻ നരേന്ദ്രമോദി നമുക്ക് നൽകിയിട്ടുള്ള സദാനന്ദൻ മാസ്റ്ററുടെ മുന്നിൽ അദ്ദേഹത്തെ നമുക്ക് ശരിക്കും സമർപ്പണമായിട്ട് അദ്ദേഹത്തെ കിട്ടിയിരിക്കുകയാണ്. രാജ്യസഭയുടെ ഒരു എന്താ പറയാ, അത് പറയുമ്പോൾ അത്രയും ഒരു മുത്തായിട്ട് നമ്മുടെ മുന്നിൽ മാസ്റ്റർ തിളങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ദൂരം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒരാൾ ജയിച്ചപ്പോ 2 ആളെ നമുക്ക് നൽകി. അപ്പോ ഒരാൾ ജയിച്ച പാർലമെന്റിൽ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പല മണിക്കൂറുകളും ആഴ്ചകളും മാസങ്ങളും ചെലവഴിച്ച ഈ തൃശ്ശൂർ പേരൂരിന്റെ മണ്ണിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1/2 ഡസൻ പേരെ ഉണ്ടാക്കിയെടുക്കുക, വിജയിപ്പിക്കുക, താമര ചിഹ്നത്തിൽ MLA-മാരാക്കുക എന്നുള്ള ഒരു ദൗത്യം. ആ ദൗത്യം കൂടി തൃശ്ശൂരിലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിന്റെയും മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ പറയുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട് ജസ്റ്റിൻ. എന്താണ് ഏറ്റവും കൂടുതൽ ഡാറ്റ ചേർത്ത ജില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡ്
മാത്രം പോരാ. ഇനി പ്രാദേശിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും എണീറ്റ് നിൽക്കുമ്പോ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞെന്താണെന്ന് അറിയുമോ? എന്റെ പേര് ആതിര എന്നാണ് എന്ന് ആതിര പറഞ്ഞാൽ പോരാ. ആതിര എണീറ്റ് നിന്ന് പറയണം, ഞാൻ മത്സരിച്ചു, ഞാൻ ഇന്ന പ്രദേശത്ത് വിജയിച്ചു, എന്റെ പൊസിഷൻ ഇന്ന് ഇന്നതാണ് എന്ന് പറയണം. എങ്ങനെ പറയണം? ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ എന്നൊരു BJPയുടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ പറയണം, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, വിജയിച്ചു, ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, വിജയിച്ചു. അങ്ങനെ പറഞ്ഞ് ഞാൻ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആണ്, വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് തൃശ്ശൂർ പേരൂരിന്റെ മണ്ണിനെ മാറ്റിയെടുക്കാൻ വേണ്ടി എന്റെ സഹപ്രവർത്തകന്മാർക്ക് ശക്തിയുണ്ട്, സാധിക്കും. അതിന് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സ്വീകരണ യോഗം ഉതകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് നമുക്ക് റോഡിൽ മൈക്ക് വയ്ക്കുമ്പോൾ പറയാം എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.